ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഒരു 4:30 ആയപ്പോൾ എണീച്ച് എന്നിട്ട് കുളിയും ഒരുങ്ങലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു 6:15 ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങി. ഞാനിന്ന് കണ്ണ് ചെക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്കമാലിക്ക് പോവാണ്. അപ്പോൾ ബസ്സിനാണ് പോണത്. ചന്ദ്രാപ്പിനി വരെ വാപ്പിച്ചാക്കി തന്ന് ഞാനും തനും ഇച്ചൂസും കൂടിയാണ് പോണത്. അപ്പോൾ ഇപ്പോൾ ഈ വരുന്ന ബസ് കൊടുങ്ങല്ലൂർക്കുള്ളതാണ്. അപ്പം നമ്മൾ അവിടെ അതിൽ കയറി. പിന്നെ കാലത്തായതുകൊണ്ട് തന്നെ നല്ല സീറ്റൊക്കെ ഒഴിവായിരുന്നു, നമുക്ക് കയറാനൊക്കെ പറ്റി. പിന്നെ ഒന്നും കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ കൊടുങ്ങല്ലൂർ എത്തിയപ്പോൾ ബസ് സ്റ്റാൻഡിൽ നടന്ന് നോക്കണം. കാരണം ഒട്ടുമിക്ക എല്ലാ കടകളും തുറന്നിട്ടില്ല. സംഭവം 7 മണിയൊക്കെ ആയ സമയത്ത് ഞങ്ങൾ കൊടുങ്ങല്ലൂർ എത്തി. പക്ഷെ ഒറ്റ ഷോപ്പില്ല, ഫുൾ അടവാണ്. അങ്ങനെ വിശന്നിട്ട് നല്ല വിശപ്പുണ്ട്, കാരണം വെള്ളം കൂടി കുടിക്കാണ്ടാണ് വന്നേക്കണത്. അങ്ങനെ ഞങ്ങൾ പിന്നെ രക്ഷയില്ലാണ്ടായപ്പോൾ ഞങ്ങൾ പറവൂർക്കുള്ള ബസ്സിൽ കയറി. കൊടുങ്ങല്ലൂരിൽ നിന്ന് പറവൂർക്കുള്ള ബസ്സിൽ കയറി. അങ്ങനെ കുറേ നേരം ഇരുന്ന്. പിന്നെ ഇതിലും അങ്ങനെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, കാരണം നല്ല മോർണിംഗ് ടൈമല്ലേ. പിന്നെ ഇത് ഉണ്ടല്ലോ, ഇതെനിക്ക് തനു കാണിച്ചു തന്നതാണ്. കൊടുങ്ങല്ലൂർ അമ്പലമാണിത്. അപ്പം ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്ത്, ഞാനിതങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇത് ചേരമ്മ മസ്ജിദ്, നമ്മളെ കേരളത്തിലെ ഫസ്റ്റത്തെ പള്ളിയിൽ. അപ്പം അതൊക്കെ കണ്ട് ഇനി ഒരു ദിവസം ഇങ്ങോട്ട് വരണം. ഞാൻ ഉള്ളിലൊന്നും കയറിയിട്ടില്ല. പിന്നെ പറവൂർ സ്റ്റാൻഡിൽ നിന്ന് ഞങ്ങൾ അങ്കമാലിക്ക് ബസ് കയറിയിട്ട് ഇപ്പോൾ ടോട്ടൽ 3 ബസ്സായി. ഫുള്ള് ബസ് യാത്ര നിന്ന്. പിന്നെ അവിടെ നിന്ന് അങ്കമാലി ടൗണിൽ ഇറങ്ങി. എന്നിട്ട് കുറച്ച് നടക്കാനുണ്ടായിരുന്നു. പക്ഷേ വിശന്നിട്ട് ഇങ്ങനെ കൈയും കാലം തളർന്ന്, അതുകൊണ്ട് തന്നെ ഓട്ടോ വിളിച്ച്. പിന്നെ ഇവിടെ ഒന്ന് നോക്കിയപ്പോൾ ഷോപ്പൊന്നും അങ്ങനെ ഓപ്പൺ ആയിട്ടില്ല. അപ്പം ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിലെത്തി. പിന്നെ ഞാൻ പോയിട്ട് ബുക്ക് ചെയ്ത് അതിൻ്റെ ശേഷം ക്യാൻറ്റീനിൽ പോയിട്ട് അവിടെ മറ്റേ സെൽഫ് സർവീസ് ആയിരുന്നു. അപ്പം ഞാനും തനുവും പൊറോട്ടയും മുട്ടക്കറിയും പറഞ്ഞ്, ഇച്ചുവിനും പൂരിയും പറഞ്ഞ്. തനുവിന് ആ മുട്ടക്കറി വലിയ ഇഷ്ടമായില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു മറ്റേ മധുരം പോലത്തെ ചെറുതായിട്ടൊരു മധുരം വരുന്നുണ്ട്, അങ്ങനത്തെ ഒരു കറിയായിരുന്നു. പക്ഷേ എനിക്ക് അങ്ങനത്തെ കറി ഇഷ്ടമാണ് കേട്ടോ. ചെറിയൊരു മധുരമൊക്കെ ഉള്ള പോലത്തെ കറി എനിക്കിഷ്ടമാണ്, പക്ഷെ തനുവിന് ഇഷ്ടമായില്ല. പിന്നെ തനു ഇച്ചൂസിനെ ഹാൻഡിൽ ചെയ്ത് ഞാൻ ഡോക്ടറെ കാണാൻ വേണ്ടി പോയി. അത്രയും തിരക്കുണ്ടായിരുന്നു. എൻ്റെ നമ്പറൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. തനും ഇച്ചൂസ് അടിയിലായിരുന്നു. മറ്റേ ഇങ്ങനെ അടിയിൽ ചെറിയൊരു സ്നാക്സൊക്കെ കൊടുക്കുന്ന ഒരു ഷോപ്പ് പോലത്തെ എന്തോ ഒരു സാധനമുണ്ട്. അവിടെയൊക്കെ ഇരുന്നിട്ട് തനു അവനെ ഹാൻഡിൽ ചെയ്യായിരുന്നു. ഞാൻ കട്ട പോസ്റ്റ് കുറേ നേരം ഇരുന്ന്, ഒരു 1.5 മണിക്കൂർ ഇരിപ്പിരുന്ന്. എന്നിട്ടും ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. അങ്ങനെയൊക്കെ ചെക്കപ്പിനൊക്കെ വിളിച്ച്, പക്ഷേ ഡോക്ടറെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് റിട്ടേൺ എവിടെയൊക്കെയായിരുന്നു, പറവൂർക്ക് കയറണേന്. അങ്കമാലിയിൽ നിന്ന് പറവൂർക്ക് കയറി. ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ, കാരണം ഇനി ഫുഡ് കഴിക്കാനാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ബസ് കിട്ടാൻ ലേറ്റാവും. അതുകൊണ്ട് ഞങ്ങൾ പറവൂർ സ്റ്റാൻഡിലെത്തി. ചെറുതായിട്ട് മഴയൊക്കെ പെയ്തിരുന്നു കേട്ടോ. അങ്ങനെ പറവൂർ സ്റ്റാൻഡിൽ നിന്ന് വേണം ഇനി കൊടുങ്ങല്ലൂർക്ക് കയറാൻ. പിന്നെ കൊടുങ്ങല്ലൂർക്ക് കയറി വീഡിയോ എടുക്കാൻ, അത് വിശന്നിട്ട് വീഡിയോ എടുക്കാൻ തളർന്നിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ മറ്റേ കൊടുങ്ങല്ലൂർ ചിക്കിങ്ങിൽ കയറിയിട്ട് ബ്രോസ്റ്റഡ് ഓർഡർ ചെയ്ത് അങ്ങനെ അത് കഴിക്കണ്. അയ്യോ, വിശന്നിട്ടിരിക്കണതുകൊണ്ട് തന്നെ എൻ്റെ പൊന്നോ, ഇത് കിട്ടിയപ്പോൾ സ്വർഗ്ഗമായിരുന്നു. പിന്നെ കൊക്കക്കോള ഞാൻ അങ്ങനെ കുടിക്കാറില്ല, പക്ഷേ എനിക്കിഷ്ടമല്ല. പക്ഷേ വേറെ ഇവിടെ എനിക്കിഷ്ടപ്പെട്ട വേറെ ഒന്നും ഇല്ല, അതുകൊണ്ടാണ് കൊക്കക്കോള ഇതാക്കിയത്. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, പിന്നെ എനിക്കാണെങ്കിൽ അയ്യോ എന്താ പറയുക, എരപ്പാമ്പിനെ പിഴിഞ്ഞ പോലെ ആയിരുന്നു. എനിക്ക് ഒന്നിനും പറ്റണില്ല. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ വീഡിയോ എടുത്തില്ല. ബസ്സിൽ കയറി ചന്ദ്രാപ്പിനി എത്തി. പിന്നെ ഒരു ഉപ്പ് സോഡ ഒടിച്ചു. അതിൻ്റെ ഇടയിലൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഓൾറെഡി ബസ്സിൽ തന്നെ പോണതിൻ്റെയാണ്. പക്ഷെ എന്നാലും എനിക്ക് വയർ വേനെടുത്ത് ഞാൻ തനുവിൻ്റെ തോളിലേക്ക് എടുക്കുകയായിരുന്നു. അപ്പോൾ ഇച്ചൂസൊക്കെ കണ്ടില്ല, ഉപ്പ് സോഡ അടിക്കണതിൻ്റെ എക്സ്പ്രഷനാണിത്. എനിക്കൊന്ന് വന്ന് കിടന്നാൽ മതിയെന്നായി, കാരണം അത്രത്തോളം വയ്യാണ്ടായി. ഒന്ന് ഫ്രഷായിട്ട് കിടന്നുറങ്ങണം. അപ്പം ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ. ടാറ്റാ.